മനോജേട്ടാ യെസ്. താങ്ക് യു പറയട്ടെ ആദ്യം കേട്ടോ. ഞാനാണ് അങ്ങോട്ട് താങ്ക്സ് പറയേണ്ടത്. കാരണം വെച്ചാൽ ഞാൻ ഒരുപാട് ഇഷ്ടപ്പെടുന്ന ഒരു പ്രോഗ്രാമാണ്. ഭയങ്കര ക്ലാസി വേയിലൂടെ മ്യൂസിക്കിനെ കൊണ്ടുപോകുന്നൊരു പ്രോഗ്രാമാണ്. അത് അമൃതയാണ് എല്ലാ കാലത്തും അങ്ങനെ കൊണ്ടുവന്നിട്ടുള്ളത്. ഇപ്പോൾ സ്റ്റാർ സിംഗർ ആയാലും തുടങ്ങി വെച്ച അമൃതയാണ്. അപ്പോൾ അമൃതയുടെ പുതിയൊരു നല്ല കണ്ടുപിടുത്തമാണ് ഈ പ്രോഗ്രാം ഡ്യുവറ്റ്. താങ്ക് യു ഞാൻ പറയട്ടെ, കാരണം അത്രയും സന്തോഷമുണ്ട്. ചേട്ടൻ്റെ സിനിമയിലെ വർക്കുകളും ചേട്ടൻ ചെയ്തിട്ടുള്ള കഥാപാത്രങ്ങളും എല്ലാം നമുക്ക് മലയാളികൾക്ക് എല്ലാവർക്കും അതിനെക്കുറിച്ചൊക്കെ നന്നായിട്ട് അറിയാവുന്ന കാര്യങ്ങളാണ് തീർച്ചയായിട്ടും. അപ്പം ഞങ്ങളൊക്കെ ഞങ്ങൾക്കൊന്നും ഒരിക്കലും മറക്കാൻ പറ്റാത്ത കുറേ ക്യാരക്ടേഴ്സ് ചേട്ടൻ ചെയ്തിട്ടുണ്ട്. അതൊന്നും വേറൊരാൾ ചെയ്യുന്നതായിട്ട് നമുക്ക് സങ്കല്പിക്കാൻ പോലും പറ്റില്ല, അതുപോലെ ചെയ്തിട്ടുണ്ട്. എന്നാലും ചേട്ടൻ്റെ മ്യൂസിക്കിനെ പറ്റി കൂടുതൽ അറിയാൻ വേണ്ടിയിട്ടാണ് നമ്മളിപ്പോൾ ഇവിടെ ഇങ്ങനെ കൂടിയിരിക്കുന്നത്. അപ്പം പക്ഷെ അതിന് മുമ്പ് ഇപ്പം ഇതാ 2 ദിവസത്തിൽ ക്രിസ്മസ് വരികയാണ്. അപ്പോൾ എങ്ങനെയാണ് ക്രിസ്മസിൻ്റെ കാര്യങ്ങളൊക്കെ, ക്രിസ്മസ് ആഘോഷങ്ങളൊക്കെ എവിടം വരെ ആയി? ക്രിസ്മസ് എനിക്ക് ശരിക്കും ഇപ്പം മിസ് ചെയ്യാണ്. കാരണം ഞാൻ പക്ക കോട്ടയംകാരനാണ്. കോട്ടയം എന്ന് പറഞ്ഞാൽ കോട്ടയാണ്, ചേമാരുടെ കോട്ടയാണ്. അപ്പം എൻ്റെ സുഹൃത്തുക്കൾ മുഴുവൻ ചേന്മാരായതുകൊണ്ട് ഞങ്ങൾ ഭയങ്കരമായിട്ട് ക്രിസ്മസ് ആഘോഷിക്കും, റിയലി ആഘോഷിക്കും. അത് അവരുടെ വീടുകളിലൊക്കെ നമ്മൾ വിളിക്കുന്ന നല്ല ഫുഡല്ലേ, ക്രിസ്ത്യൻസിൻ്റെ ആ സമയത്തൊക്കെ ഫുഡൊക്കെ നല്ല ഫുഡും കാര്യങ്ങളും. പിന്നെ രാത്രിയാകുമ്പോൾ ഞങ്ങൾ കരോളിനിറങ്ങും, ക്രിസ്മസ് കരോൾ. അതിൽ മെയിൻ ഗായകൻ ഞാൻ. അത് മറ്റേ ഈ പാട്ടൊക്കെ സ്ഥിരമാണത്. യഹൂദിയായിലെ ഒരു ഗ്രാമത്തിൽ, ഈ പാട്ടൊക്കെ മെയിൻ. അത് പിന്നെ ദൈവമേ നിൻ ഗേഹമെത്ര മോഹനം, ദാസന്റെ പാട്ട്, പരിശുദ്ധാത്മാവേ, ഇതൊക്കെ പാടുക വെളുപ്പിന് 3-4 വരെ തെണ്ടി നടപ്പാണ്. അപ്പൊ ഈ ക്രിസ്മസ് ഫാദറൊക്കെ ഉണ്ട്, അവനാണെങ്കിൽ വേർത്ത് കുളിച്ച് അവന്റെ അടപ്പളകി നിൽക്കുകയാണ്. ചില വീടുകളിൽ ചെന്ന് കഴിഞ്ഞാൽ പട്ടി അഴിച്ചു വിടും. അവർക്ക് ക്രിസ്മസ് കരോളിനോട് വലിയ താല്പര്യമില്ലാത്ത ആൾക്കാർക്ക് പട്ടി അഴിച്ചു വിടും. എല്ലാം കൂടെ 4 പാടും പരക്കുമ്പോ ഇവന് മാത്രം കണ്ണും കാണത്തില്ല. ഇവൻ ഇങ്ങനെ നിൽക്കുകയാണ്, എടാ എന്നെ ഒന്ന് പിടിക്കണം, എല്ലാവരും പിടിക്കണം. ഒരുപാട് രസമായിരുന്നു. അവസാനം ഞങ്ങൾ ചൂട്ടുവേലി ജംഗ്ഷനുള്ള ആ നടു റോഡിൽ ചില്ലറ എല്ലാം അവിടെ കൂട്ടിയിടും, വഴി നിന്ന് കൂട്ടിയിട്ടിട്ട് അപ്പം എല്ലാവർക്കും വീതിച്ചെടുക്കും. ഒരാൾക്ക് 15 രൂപ 20 രൂപ അത്രേ കിട്ടുള്ളൂ. അത് വെച്ച് ഞങ്ങൾ ഹാപ്പി. അതൊക്കെ ഭയങ്കരമായിട്ട് മിസ് ചെയ്യും. പക്ഷെ നമ്മുടെ വീട്ടിൽ എൻ്റെ വൈഫ് ആശ ഭയങ്കരമായിട്ട് അതിൻ്റെ ആ ട്രഡീഷണൽ ആയിട്ടുള്ള കാര്യങ്ങളെല്ലാം ചെയ്യും കേട്ടോ. ക്രിസ്മസ് ട്രീ വെക്കും, നല്ല സ്റ്റാർ വെക്കും, എല്ലാം ചെയ്യും. കേക്കൊക്കെ മേടിക്കും, എല്ലാവർക്കും കൊടുക്കും. ഹാപ്പി. ഹാപ്പി ക്രിസ്മസ്. ഹാപ്പി ക്രിസ്മസ്. അതെ. അപ്പം ഓൺ ദാറ്റ് ഹാപ്പി നോട്ട് ചേട്ടൻ്റെ ഒരു പാട്ട് വെച്ച് നമുക്ക് തുടങ്ങിയാൽ ഐശ്വര്യമായിട്ട് ചേട്ടൻ ഏത് പാട്ടാണ് ആദ്യം ഇവിടെ വന്നിപ്പോൾ പാടാൻ തോന്നുന്ന പാട്ട്? ഇതുവരെ കുഴപ്പമില്ലായിരുന്നു, സംസാരം മാത്രമായിരുന്നു. ധൈര്യമായിട്ട് പാടിക്കണത്, പാടിപ്പിക്കാനായിട്ട് ഞങ്ങളെ കൂടി ഇരിക്കണേ. ഒരു ശ്രമം നടത്തി നോക്കാം. യെസ് പ്ലീസ്. മൗനം പോലും മധുരം ഈ മധുനിലാവിൻ മഴയിൽ, നിന്റെ മൗനം പോലും മധുരം ഈ മധുനിലാവിൻ മഴയിൽ. മനസ്സിൻ മാധവം മിഴിയിൽ പൂക്കവേ, മനസ്സിൻ മാധവം മിഴിയിൽ പൂക്കവേ, രോമാഞ്ചം നിന്റെ മൗനം പോലും മധുരം ഈ മധുനിലാവിൻ മഴയിൽ. വിടരും മധുരം വിറകൊള്ളുവതെന്തിനോ, തിളങ്ങും നയനം നനയുന്നതെന്തിനോ,
അകലും ഉടലുകൾ അലിയും ഉയിരുകൾ, അകലും ഉടലുകൾ അലിയും ഉയിരുകൾ, നീണ്ടു നീണ്ടു പോകുമീ മൂകതയൊരു കവിത പോൽ വാചാലമറിവു ഞാൻ. മൗനം പോലും മധുരം ഈ മധുനിലാവിൻ മഴയിൽ, നിന്റെ മൗനം പോലും മധുരം ഈ മധുനിലാവിൻ മഴയിൽ. മനസ്സിൻ മാധവം മിഴിയിൽ പൂക്കവേ, മനസ്സിൻ മാധവം മിഴിയിൽ പൂക്കവേ, രോമാഞ്ചം